ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടൈഗ്രസ് വാലി എന്ന് പറയുന്ന ആ ടൂറിസ്റ്റ് ഹബിൻ്റെ മുമ്പിലാണ്. ഇങ്ങോട്ട് നോക്കിക്കാണാം നമുക്ക് ഒരു തടാകം. ആ തടാകത്തിനോട് ചേർന്ന് തന്നെ കാണാം മർക്കസ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അത് അടിവാരത്താണ്. അടിവാരം നിങ്ങൾക്ക് സുപരിചിതമാണ്. വയനാടിലേക്കുള്ള യാത്രാമധ്യേ അടിവാരത്തിൻ്റെ അടുത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരല്പം അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് ഹബ്ബാണ് ഈ ടൈഗ്രസ് വാലി. ഈ ടൈഗ്രസ് വാലി എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ കൂടുതലും അറബ്സ് ആണ് ഇവിടെ വന്ന് താമസിക്കുന്നതും പോകുന്നതുമെല്ലാം. എന്തുകൊണ്ടും നല്ല ഒരു ആയുർവേദ ക്ലിനിക്കും ഇവിടെയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. ഈ ലേക്കിലെല്ലാം നമുക്ക് യഥേഷ്ടം ബോട്ടിൽ കൂടെ യാത്ര ചെയ്യാം. അതിനുള്ള ചെറിയ ചെറിയ ബോട്ടുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വയനാട് ചുരമാണല്ലോ ആ കാണുന്നത്. വയനാടൻ മലനിരകൾ ആണ് ആ കാണുന്ന പ്രദേശം മുഴുവനും. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം വയനാട് ചുരത്തിൻ്റെ ആ അവസാന ഭാഗങ്ങൾ. അവിടെ നിന്നാണല്ലോ കൽപ്പറ്റ മറ്റ് പ്രദേശങ്ങളിലേക്കെല്ലാം ഊട്ടിയിലേക്കും എല്ലാം പോകുന്നത്. വയനാടൻ മലനിരകളും ഈ മർക്കസും ഈ കാണുന്ന ടൈഗർ വാലി റിസോർട്ടും ഒപ്പം തന്നെ നോളജ് സിറ്റിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം വളരെ പ്രകൃതി രമണീയമാണ്. എന്തോരം കണ്ടു കഴിഞ്ഞാലും മതിവരാതെ നമ്മളെ മനം കുളിർപ്പിക്കുന്ന നല്ല നല്ല ഒരു ഭൂപ്രദേശമാണ് ഈ കാണുന്നതും എല്ലാം. ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ന് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ മിസ്റ്റർ നഹയാൻ അവരുകൾ ക്ഷണിച്ചത് മുഖാന്തരമാണ്. നഹയാൻ ഈ ഭാഗത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു തരാം, ഒന്ന് വന്ന് കണ്ടു നോക്കൂ. ഞാൻ പലവട്ടം ഈ വഴിയിലൂടെ വയനാടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു പ്രദേശത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ പ്രദേശം എന്നെ സ്നേഹിക്കുന്ന ആളുകളെയും എല്ലാവരെയും എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കുവാൻ കാരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ ഹിൽ പാലസ്.